കണക്കിലധികം ഒരു 2-3 കിലോമീറ്റർ നീട്ടുകയും ചെയ്യില്ല. അങ്ങനെ നീട്ടിയിട്ട് ഞാൻ പറയാറില്ല. അങ്ങനെ പറഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്താ അറിയോ? എന്റെ ആ നീട്ടലിൽ മാത്രം നിങ്ങൾ ലയിച്ചു പോകും, കാര്യം തിരിയാണ്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഒരു ശൈലിയിൽ ചില കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാനായി നിങ്ങളോട് പറയും. നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് തിരിയും. അല്ലാത്ത ആള് വെറുതെ വട്ടം തിരിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാവുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബം എന്നൊരു സ്ഥാപനം പരാജയപ്പെടരുത് എന്നത് നമ്മുടെ നിർബന്ധമാണല്ലോ. അതിനുവേണ്ടി നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി, ഒരു സ്ഥാപനം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നല്ലൊരു ലീഡർ വേണം. ഒരു സ്ഥാപനത്തിന് നല്ലൊരു ലീഡർ വേണം, നല്ല പ്രാപ്തൻ, നല്ല ബുദ്ധിയുള്ളവൻ, നല്ല വിവരമുള്ളവൻ, നല്ല വീക്ഷണമുള്ളവൻ എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണം, കാര്യബോധമുള്ളവൻ, കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയായ ഒരു നല്ല ലീഡർഷിപ്പ്, ഒരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനവും വളരെ നന്നായി മുന്നോട്ട് പോകും. നമ്മുടെ മഹല്ല് ജമാഅത്ത് നല്ലൊരു പ്രസിഡന്റ് ആണോ മഹല്ല് ജമാഅത്തിന്, എന്നാൽ ആ മഹല്ല് ജമാഅത്ത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. ഒരു പഞ്ചായത്ത് നല്ല പ്രസിഡന്റ് ആണോ പഞ്ചായത്തിന്, എന്നാൽ ആ പഞ്ചായത്ത് വളരെ നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മാതൃകാ പഞ്ചായത്തും അവാർഡിന് അർഹമായ പഞ്ചായത്തൊക്കെയാവും. നിങ്ങൾ കിട്ടുന്ന ചില അവാർഡുകളൊക്കെ ചില പഞ്ചായത്തുകൾക്ക് കിട്ടുന്നതാണെന്നില്ലേ, നല്ല നല്ല പ്രവൃത്തികൾ കാഴ്ചവെച്ചിട്ടാണ്. ഒരു മദ്രസ നല്ല പ്രാപ്തനായ സദർ ഉസ്താദാണോ, എന്നാൽ മദ്രസ വളരെ ഉഷാറാണ്. ഉണങ്ങിയ സദർ ഉസ്താദാണെങ്കിൽ മദ്രസ ഉണങ്ങിയിട്ടുണ്ടാവും. ഉണക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ മഹല്ല് പൊതുവെ ഉണങ്ങിയതായി. അതിന്റെ കണക്കങ്ങനെ. നല്ല ലീഡറാണോ, എന്നാൽ ഏതൊരു സ്ഥാപനകരമായി മുന്നോട്ട് പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ നിശ്ചയിച്ചത് ഒരു പ്രാപ്തനായ കുടുംബനാഥനെ. അല്ലാഹുവാണ് കുടുംബം സ്ഥാപിച്ചത്. അല്ലാഹുവാണ് ഇണകളെയും മക്കളെയും മക്കളെ മക്കളെയും സൃഷ്ടിക്കുന്നത്. കുടുംബബന്ധവും വിവാഹബന്ധവും ഒക്കെ ആക്കിയത് അവനാണ്. അപ്പൊ അല്ലാഹു തആല തന്നെ എന്ത് ചെയ്യുന്നു, ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യവസ്ഥ ശരിയാക്കി. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. കുടുംബനാഥന്മാർക്ക് പടച്ചോൻ പ്രയോഗിച്ച പദം ഖവ്വാമൂൻ. ഖവ്വാമൂൻ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കൾ എന്നാണ് അർത്ഥം. ഒരു കുടുംബം എന്ന സ്ഥാപനത്തിന്റെ കൈകാര്യകർത്താവ് ആ കുടുംബത്തിലെ പുരുഷൻ, കുടുംബനാഥൻ. ഒരു നല്ല വ്യക്തിത്വമുള്ള, ഒരു നല്ല വിവരവും വീക്ഷണവുമുള്ള, പ്രാപ്തിയുള്ള ഒരു കുടുംബനാഥൻ ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ആ കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകും എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന. പിടിച്ചിട്ട് കുടുംബത്തിന്റെ നാഥത്വം ഏൽപ്പിച്ചു കൊടുക്കരുത്. ആണായതുകൊണ്ട് മാത്രം കുടുംബനാവുക പറ്റൂല. ആണാവാൻ കുറച്ച് മീശ ഉണ്ടായാൽ മതി. മീശ ഉണ്ടായാലൊന്നും വ്യക്തമായ ഒരു കുടുംബനാഥനാവാൻ കഴിയില്ല. മീശ ആർക്കും തന്നാലെ വളർത്തുന്ന, അത് തനിയെ വരുന്നതാ. വളവിട്ടിട്ട് വളപ്പിക്കുന്നൊന്നല്ല, തന്നാലെ വരുന്നതാ.
മീശ ഉള്ളവനെയൊക്കെ പുതിയാപ്പിളയായിട്ട് എടുക്കാമെന്നൊന്നും കരുതരുത്. രണ്ടു കാലിൽ നടക്കുന്ന, രണ്ട് കണ്ണും രണ്ട് കൈയും ഉള്ള, ഒരു കാണാൻ നല്ല വൃത്തിയും അനാരും ഉള്ളവനൊക്കെ പുതിയാപ്പിളയായിട്ട് എടുത്തേക്കാന്ന് മനസ്സിലാക്കി പോകരുത്. കുടുംബമെന്ന സ്ഥാപനത്തിന്റെ ലീഡറാക്കാൻ വേണ്ടിയാണ് ഒരാളെ നാം എടുക്കുന്നത് എന്നുള്ള ബോധം നല്ലവണ്ണം ശരിക്കും ശ്രദ്ധിക്കണം. ശരിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് അമൽ ചെയ്താൽ പലരെയും നമ്മൾ പുതിയാപ്പിളയായിട്ട് എടുക്കില്ല. പലർക്കും ചിലപ്പം ദുനിയാവുന്ന പെണ്ണ് കിട്ടിയിട്ടില്ല. പിന്നെന്താണ്, നമുക്കൊന്നും അത്ര ബോധമില്ല. ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. ദബ്ബജിത്തുക്ക ദബ്ബജിത്തുക്ക, അങ്കഴത്തുക്ക അങ്കഴത്തുക്ക, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. മുമ്പിലെ മാപ്പിള പറയും പോലെ അൽ-ഫാത്തിഹ തീർന്നു. അതോടുകൂടി നമ്മൾ തീർന്നു. എന്താവണം ഇത്? എങ്ങനെയാവണം? ഒരു രണ്ട് കാലം പോലത്തെ ഒരു പേര്, പിന്നെ കുറച്ച് മീശയും കൂടി ആയാലും കോലം ഉണ്ടായാല് നമ്മൾ എടുക്കല പോരാന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തകരാത്ത കുടുംബത്തിന്, തളരാത്ത കുടുംബത്തിന്, കുഴപ്പങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കുടുംബത്തിന്, അസ്വസ്ഥതകൾ വരാത്തൊരു കുടുംബത്തിന്, ത്വലാഖുകൾ വരാത്തൊരു കുടുംബത്തിന്, പ്രശ്നങ്ങൾ വരാത്തൊരു കുടുംബത്തിന് തലമുതലേ നല്ലോണം ശ്രദ്ധിക്കണം. ആരെ എടുക്കണം? കുടുംബനാഥനായിട്ട് നാം ആരെ തെരഞ്ഞെടുക്കണം? ഹബീബിന്റെ മൊഴി ഇങ്ങനെയാ: ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളുടെ അടുക്കൽ വിവാഹാന്വേഷണവുമായി വന്നാൽ, ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വിവാഹാന്വേഷണവുമായിട്ട് വരുന്നു. നിങ്ങളുടെ മകളെ കെട്ടാൻ, നിങ്ങളുടെ മരുമകളെ കെട്ടാൻ, നിങ്ങളുടെ സംരക്ഷണത്തിന് കീഴിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ അന്വേഷിച്ചു വന്നാൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അവനെക്കുറിച്ച് പഠിക്കണം. അവനെക്കുറിച്ച് പഠിക്കാൻ എന്തുണ്ട്? കാണാൻ നല്ല വൃത്തിയുണ്ട്, താടി പിടിയ പഠിച്ചിട്ട് മത്സരമുറ്റം പോലെയുണ്ട്, കൊമ്പം മീശയുണ്ട്, നല്ല പാൻസും ഉണ്ട്, ഇൻസേർട്ടും ഉണ്ട്. പാന്റാണെങ്കിൽ നിലത്തിട്ട് വലിക്കുന്നുണ്ട്, മടമ്പോണ്ട് ചവിട്ടി കീറിയിട്ടുണ്ട്. ഇതൊക്കെ തരക്കേടില്ലാത്തൊരു ബോഡിയുണ്ട്, നല്ല കാഴ്ചക്ക്. പിന്നെന്തായി പഠിക്കേണ്ടത്? ഹബീബ് പഠിക്കാൻ പറയുന്നത് അവന്റെ ദീൻ നിങ്ങൾ ശരിക്ക് പഠിക്കണം. അവന്റെ സ്വഭാവവും നിങ്ങൾ ശരിക്ക് പഠിക്കണം. ദീൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ അല്ലാതെ നമ്മൾ ഏതായിരുന്നാലും പുതിയാപ്പിളയായിട്ട് എടുക്കില്ലല്ലോ. പിന്നെ അവിടെ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്നത് കേവലം ഒരു പേരിന് മാത്രം ഉള്ളവരുണ്ടാകും, ഞാനൊരു മുസ്ലിമാണ് എന്ന് ബോധമുള്ളവരുണ്ടാവുമല്ലോ. നമുക്കറിയാം ചരിത്രം. ചിലരൊക്കെ ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള ബോധമില്ലാത്തവർ, അവരിൽ നിന്ന് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തികൾ, ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ ധാരാളമായി ഉണ്ടാകും. എന്തുകൊണ്ട്? ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള വിചാരമില്ലാത്തത് കൊണ്ട്, ബോധമില്ലാത്തത്.